Game on! Now game on with Kiko and get your power mode on. If you have not experienced the same, download the game. Available on Google Play. അല്ല കന്നാ സാറേ, സാറെപ്പോഴാ പ്രാണായാമം തുടങ്ങിയത്? താണനിരത്തെ നീരോടുള്ളൂ. ഇപ്പൊ തുടങ്ങിയതാ, 15 മിനിറ്റ് ആയതേ ഉള്ളൂ. അടികൈ. കന്നാ സാർ ഇപ്പൊ എന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുക. എന്റെ കന്നാ സാറേ, ബണ്ണി ചോദിച്ചതേ എത്ര ദിവസമായി തുടങ്ങിയിട്ടെന്നാ. അതൊക്കെ എനിക്ക് മനസ്സിലായി പിള്ളേരെ. ഞാനും അത് തന്നെയാ പറഞ്ഞത്. ഇന്നിപ്പോ തുടങ്ങിയതേ ഉള്ളൂ, അത് 15 മിനിറ്റ് മുമ്പ്. ഡോക്ടർ ബാലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കന്ന സാറേ, ഞാൻ നിങ്ങളെയാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്റെ അക്കൗണ്ട് എന്ന പറമ്പിൽ നിന്നും കാശെന്ന മരങ്ങൾ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയൂ? അങ്ങനെ എന്താണ് സംഭവിച്ചത് ഡോക്ടർ ബാലു? ഞാൻ ഇന്റർനെറ്റിൽ എന്റെ ഫ്രിഡ്ജ് വിൽക്കാനുള്ള ആഡ് കൊടുത്തിരുന്നു. ഒരു കസ്റ്റമറിനെ കിട്ടി. അയാളുടെ സെർവൻ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വരാമെന്ന് പറഞ്ഞു. ക്യാഷ് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല കാര്യമല്ലേ? സെക്കൻഡ് ഹാൻഡ് ഫ്രിഡ്ജ് ആരും ഇക്കാലത്ത് വാങ്ങാറായില്ല. സംശയമുണ്ടോ? ഇവിടെ ഒരു ആദ്യം ഞാൻ മുഴുവൻ കാര്യങ്ങളും ഒന്ന് പറഞ്ഞോട്ടെ. തുറന്നു പറയാനുള്ള അവസരം തരൂ. അയാളെന്റെ അക്കൗണ്ടിലേക്ക് കാശ് ഇടുന്നതിന് പകരമായിട്ട് എന്റെ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തിരിക്കുകയാണ്. എന്റെ ഡോക്ടറെ, ഇതുപോലുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. 20 കേസുകൾ എന്റെ ബാങ്കിൽ തന്നെ പെൻഡിംഗ് ഉണ്ട്. താങ്കൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് പരാതിയുടെ കോപ്പി എനിക്ക് താ. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ദാ പോകുന്നു പോലീസ്. ഡോക്ടർ ബാലു, എന്നെ ഓടാൻ അനുവദിക്കൂ. ഡോക്ടർ ബാലു ഇപ്പൊ ഒരു പ്രോബ്ലത്തിലാണ്. സാറിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ജോഗിങ് ചെയ്താ പോരെ? യൂണിഫോം ഇട്ടുകൊണ്ട് ആരെങ്കിലും ജോഗിങ് ചെയ്യാറുണ്ടോ? അതെ, ഇപ്പതാ സാറ് ചെയ്യുന്നില്ലേ? കള്ളനെ പുറകെ ഞാൻ പോവുകയായിരുന്നു. കണ്ടോ, അവൻ രക്ഷപ്പെട്ടു പോയി. എന്തായാലും കള്ളനോടി പോയില്ലേ? പാണ്ഡ സാർ ഇവിടെ നിന്ന് പോയില്ലേ? മേഘങ്ങൾ കറുത്തിരുണ്ടു, മഴ പെയ്യാതെ പോയില്ലേ? താങ്കൾ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു കംപ്ലൈന്റ് തരാനുണ്ട്. എന്തിനാ? ഒരാളെന്നെ ഓൺലൈനിലൂടെ പറ്റിച്ച് എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന ക്യാഷ് മുഴുവൻ എടുത്തുകൊണ്ടുപോയി. ഇത് സൈബർ ക്രൈമാണ്. ഇത് സൈബർ സെല്ലിലേക്ക് പോവുള്ളൂ. എങ്ങോട്ട് വേണമെങ്കിലും അയച്ചോ. പക്ഷെ ഡോക്ടർ ബാലുവിന്റെ ക്യാഷ് എത്രയും വേഗം തിരിച്ചു കിട്ടണം. സംശയമുണ്ടോ? അത് വളരെ പ്രയാസമാണ്. അവരുടെ അക്കൗണ്ട് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരുടെ മൊബൈൽ നമ്പറും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. 90% കേസിലും കാശ് തിരിച്ചു കിട്ടുകയില്ല. അയ്യോ, എന്നാലും ഞാനൊന്ന് ശ്രമിക്കാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് ഒരു റിപ്പോർട്ട് തന്നോളൂ. അതിന്റെ ഇടയ്ക്ക് പോയി ഞാൻ ഈ കള്ളനൊന്ന് പിടിക്കട്ടെ. അപ്പൊ ഞാൻ സമ്പാദിച്ച ക്യാഷ് എല്ലാം പോയി എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ഹൃദയത്തിന്റെ മൊബൈലിൽ ദുഃഖത്തിന്റെ സിഗ്നലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്പെക്ടർ പാണ്ഡ പറഞ്ഞതല്ലേ, അദ്ദേഹം എന്തായാലും ശ്രമിക്കും. 90% കേസുകളിൽ ഇപ്പൊ പണം കിട്ടിയിട്ടില്ലല്ലോ. അതും പാണ്ഡ സാർ തന്നെയല്ലേ പറഞ്ഞത്? ഡോക്ടർ ബാലു വിഷമിക്കണ്ട, നിങ്ങളുടെ കാശ് ഞങ്ങൾ തിരിച്ചു വാങ്ങിത്തരും. അതെങ്ങനെ? കുറച്ച് കാശിന് വേണ്ടി തട്ടിപ്പ് നടത്തുന്ന അയാൾ 3 അല്ല 4മതൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വീണ്ടും ശ്രമിക്കും. കാര്യങ്ങളൊക്കെ ശരിയാണ് പിള്ളേരെ. പക്ഷേ നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? സാറേ, സാറിന്റെ ഇന്റർനെറ്റില് സാറിന്റെ എല്ലാ ഫർണിച്ചറുകളും വിൽക്കുന്നു എന്നൊരു ആഡ് ഇടണം. പിന്നെ നിങ്ങൾ കണ്ടോ, അയാൾ തീർച്ചയായിട്ടും കുടുങ്ങും. എന്റെ അമ്മ, എന്റെ പിള്ളേരെ, എന്റെ ഫർണിച്ചറോ? കൊല്ലത്തേക്ക് പോകാനുള്ള ട്രെയിൻ ഇന്നും വൈകില്ല. ആഡ് ഇട്ടിട്ടുണ്ട്, പക്ഷെ ഓഫർ ഒന്നും വരുന്നില്ല. ഹലോ ഹലോ, കന്നാ സാറാണോ സംസാരിക്കുന്നത്? അതെ സാർ, നെറ്റിൽ കൊടുത്ത ആഡ് ഞാൻ കണ്ടായിരുന്നു. ആ പറഞ്ഞോളൂ. ഞങ്ങൾക്ക് ഫർണിച്ചറുകളെല്ലാം വേണം. അതെന്റെ സർവന്റ് വന്ന് എടുത്തോളും.
ഇത് അയാളാണ്. ഇയാൾ തന്നെയാണ് എന്നെ പറ്റിച്ചത്. ഇൻസ്പെക്ടർ പാണ്ട, ഈ കോള് എവിടെന്നാ വന്നേന്ന് അന്വേഷിക്കണം. Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play. അതെ ഹലോ, ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? സാധനം ഞങ്ങൾക്ക് തന്നെ വേണം. 7 3 10 ഇത് വളരെ നല്ല കാര്യമാണ്. എല്ലാം കൂടി എത്രയായി കണ്ണാ സാർ? പണ്ട് ഞാൻ സ്കൂളിൽ നിന്നും ചോക്ക് കണ്ടിട്ടുണ്ട്. വെബ്സൈറ്റിൽ ഞാൻ റേറ്റ് ഇട്ടിട്ടുണ്ട്. അടികൈ. അയ്യോ, ഈ റേറ്റ് കൂടുതലാണ്. ഞാൻ മുഴുവനായിട്ട് എടുക്കില്ലേ? കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ തന്നൂടെ? കണ്ണ സാറേ, അവനെ എങ്ങനെയെങ്കിലും മയക്കിയെടുക്ക്. ഹലോ ഹലോ ഹലോ. ആ കേൾക്കാം. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു ഡിസ്കൗണ്ട് എത്ര തരേണ്ടതെന്ന്. ഡിസ്കൗണ്ട് തന്നാൽ അതിനുള്ള ഗുണം സാറിന് തന്നെ ആയിരിക്കും. ജാതി മതം ഒന്നാണെന്ന് പറഞ്ഞ ആളാണ് ശ്രീനാരായണ ഗുരു. ഞാൻ ആലോചിച്ച് പറയാം. നിങ്ങൾ എനിക്ക് ഒരല്പം സമയം തരൂ. അടികൈ. തീർച്ചയായിട്ടും. പക്ഷെ അതൊക്കെ ഡീൽ ഡണ്ണതിന് ശേഷം കൈയടിക്കൂ. ഞാൻ ഒരു അരമണിക്കൂറിന് ശേഷം കോൾ ചെയ്യാം. താങ്കൾ ആലോചിച്ചിട്ട് പറയൂ. നഗരത്തിന് പുറത്തുള്ള കുട്ടി ഗ്രാമത്തിൽ നിന്നാണ് ഈ കോൾ വന്നത്. കണ്ണാ സാറേ, അയാൾ ഇനി ഫോൺ ചെയ്യുമ്പോ അയാളെ ഫോണിൽ തന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു പിടിച്ചു നിർത്തണം. ഞങ്ങൾ ഗുഡി ഗ്രാമത്തിൽ പോയി കണ്ടുപിടിക്കാം. സിഗ്നൽ ലൊക്കേഷനിൽ എത്രയും പെട്ടെന്ന് എത്തണം. സാറിന് OTP വന്നിട്ടുണ്ടാവും. അതൊന്ന് ഷെയർ ചെയ്യാമോ? മാഡം, ആഹാ, വളരെ മനോഹരമായ ശബ്ദമാണ് മാഡത്തിന്റേത്. പ്ലീസ് താങ്കളുടെ ബാങ്കിന്റെ പേരൊന്ന് പറയാമോ? ഇവരുടെ ഗ്യാങ്ങിൽ ഇപ്പോ 4 പേരുണ്ടല്ലോ. ഈഷ്, ഇവന്മാരെ പൊക്കിയാൽ പ്രൊമോഷൻ തീർച്ചയായും കിട്ടും. പക്ഷെ ഈ കൂട്ടത്തില് ഡോക്ടർ ബാലുവിനെ പറ്റിച്ചതാരാ? നമ്മളിപ്പോ ആരെയാ പോയി പിടിക്കുക? എല്ലാവരെയും പിടിക്കണവിടെ കഴുതേ. സംശയമുണ്ടോ? ഹലോ, നിങ്ങളുടെ ശബ്ദം ക്ലിയർ ആയി കേൾക്കുന്നില്ല. സിഗ്നൽ നോക്ക്, സിഗ്നൽ. എല്ലാവരും ഓരോരോ ഏർമാടത്തിന്റെ അടുത്തേക്ക് പോ. ആരും രക്ഷപ്പെടാൻ പാടില്ല. കണ്ണാ സാറേ, കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കുക. അദ്ദേഹം ദൂരെയാണ്. ഞങ്ങൾ ഇവിടെയുണ്ട്. ഞങ്ങളോട് സംസാരിച്ചാ പോരെ? അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇവിടെ വരൂ. നിങ്ങൾ എന്റെ കാച്ചാണ് എടുത്തത്. ഇനി ഞാൻ നിങ്ങളെ ഇടിച്ചിടിച്ച് ഒരു പരുവമാക്കും. കള്ളത്തരം കാണിക്കുന്നവർക്കെല്ലാം ഇത് ഒരു പാഠമായിരിക്കും. ഹലോ മാം, ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡിന്റെ ഓഫർ ഉണ്ട്. താങ്കൾക്ക് എന്താ താല്പര്യമുണ്ടോ? വേണ്ട മോനെ, ഞങ്ങൾ ഓഫർ തരാൻ വേണ്ടിട്ടാ വന്നത്. പറഞ്ഞോളൂ മാഡം, താങ്കൾക്ക് ഈ ഓഫർ സ്വീകാര്യമാണോ? അക്കൗണ്ട് ഡീറ്റെയിൽസ് സാറ് തീർച്ചയായിട്ടും തരേണ്ടി വരുമല്ലോ. യോമാരി കാണിച്ചോതൊക്കെ. ഓ, ഡോക്ടർ ബാലു, താങ്കൾ താഴെ ചെന്ന് എല്ലാരെയും സഹായിക്ക്. ഇവിടെ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീയോ? ഇവിടെ മുഴുവൻ കരിമ്പ് കൃഷിയാണ് പാണ്ട സാറേ. ആദ്യം യൗമാരൊക്കെ പിടിക്കേ, അതിനുശേഷം സ്വസ്ഥമായിട്ട് കരിമ്പ് കഴിക്കാം. സംശയമുണ്ടോ? ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും രണ്ടുപേർക്ക് സമമാണ്. ഈഷ്, ഈഷ്, ഞാൻ പാണ്ടയാണ്. അതറിയാം, ഞാൻ ഹണിയാണ്. ഞാൻ ഇൻട്രഡക്ഷൻ തന്നതല്ല.
ഞാൻ പറഞ്ഞതാണ് ഞാൻ പാണ്ഡയെന്ന്. എന്നെ എന്തിനാണ് തല്ലുന്നത്? ഞങ്ങളെല്ലാം ചേർത്ത് നിങ്ങളെ ഓടിക്കും. അതെന്തിനാ ഓടിക്കുന്നേ? അവൻ അടിക്കുമെന്നാ ഉദ്ദേശിച്ചത്. സംശയമുണ്ടോ? ഒരുപാട് ദിവസം കൊണ്ട് ഇവനെ തെരയുകയായിരുന്നു. കുട്ടികളെ, നിങ്ങൾ കാരണം ഈ ഗ്യാങ്ങിനെ പിടിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഒരു കളബെടുക്കൂസെ, നീ നിന്റെ സംസാരത്തിലൂടെ എന്നെ മയക്കി എന്റെ കാശടിച്ച് മാറ്റി ഒതുക്കി എന്നെ മൊത്തത്തിൽ ആകെ വട്ടം കറക്കി. ദാ നോക്ക്, ഇനിമേൽ നീ ആരോടും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഒരു സത്യത്തിൽ കലക്കിയത് നിങ്ങളാണ്. ഇനി എന്റെ മുഴുവൻ പണവും എനിക്ക് തിരിച്ചു കിട്ടും. കാലിയായ പോക്കറ്റ് നിറഞ്ഞു കിട്ടും. എന്റെ ഹൃദയത്തിന്റെ പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ വന്നുകൂടും. അതൊക്കെ ശരിയല്ലേ? ഡോക്ടർ സാറിന്റെ ഡയലോഗ് കേട്ടാലേ വയലിലെ തവളകൾ കിടന്ന് ചാടും.